നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരള പോലീസിലെ സൈബർ ഡിവിഷന്റെയും ഇടുക്കി K9 സ്ക്വാഡ് ആസ്ഥാന മന്ദിരമടക്കമുള്ള സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരള പോലീസിലെ സൈബർ ഡിവിഷന്റെ രൂപീകരണത്തോടെ സൈബർ കുറ്റാന്വേഷണ രംഗത്ത് സംസ്ഥാനം പുതിയൊരു കാൽവയ്പാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി. പട്ടയ നടപടികൾ നിർത്തിവയ്ക്കണമെന്ന് ഹൈക്കോടതി സ്പെഷ്യൽ ബെഞ്ച് ഉത്തരവിട്ടതിനു ശേഷവും എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ വിസമ്മതിക്കുന്നത് ദുരൂഹമാണെന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ജില്ലയിൽ പട്ടയ നടപടികൾ തടസ്സപ്പെടുത്തണമെന്നത് CPM തീരുമാനമാണ്. 1964 റൂൾ അനുസരിച്ച് അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം ലഭിക്കുന്നതിനായുള്ള നിയമ പോരാട്ടം തുടരുമെന്നും ഡീൻ കുര്യാക്കോസ്. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ മരണമടഞ്ഞവരുടെയും പരിക്കേറ്റവരുടെയും കണക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് വ്യക്തമാവുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം സംബന്ധിച്ച അടൂർ പ്രകാശ് MP-യുടെയും ഡീൻ കുര്യാക്കോസ് MP-യുടെയും ചോദ്യത്തിന് വനം പരിസ്ഥിതി വകുപ്പ് സഹമന്ത്രി അശ്വിനി കുമാർ ചൌബെ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അവതരിപ്പിച്ചത് 50,57,81,466 രൂപ വരവും 49,85,34,200 രൂപ ചെലവും 72,47,266 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ്. വിശദമായ വാർത്തകളിലേക്ക്. കേരള പോലീസിലെ സൈബർ ഡിവിഷന്റെ രൂപീകരണത്തോടെ സൈബർ കുറ്റാന്വേഷണ രംഗത്ത് സംസ്ഥാനം പുതിയൊരു കാൽവയ്പാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസിലെ സൈബർ ഡിവിഷന്റെയും ഇടുക്കി K9 സ്ക്വാഡ് ആസ്ഥാന മന്ദിരമടക്കമുള്ള സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസ് സേനയുടെ മികവും മേന്മയും വർദ്ധിപ്പിക്കാനായിരിക്കണം എല്ലാവരുടെയും പ്രവർത്തനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലുള്ള വളർച്ചയ്ക്കൊപ്പം ഈ മേഖലയിലെ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുകയാണ്. സാങ്കേതിക വിദ്യയിലെ പഴുത് ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ പലതും നടക്കുന്നത്. ഒരു ഭാഗത്ത് തട്ടിപ്പും മറുഭാഗത്ത് സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗവും നടക്കുന്നുണ്ട്. ഇത് രണ്ടും സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയുക എന്നത് പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പോലീസ് സേനയിലെ ഓരോ അംഗത്തിന്റെയും ജാഗ്രത സമൂഹത്തിന് വമ്പിച്ച നേട്ടമുണ്ടാക്കുമെന്നും പോലീസ് സേനയുടെ മികവും മേന്മയും വർദ്ധിപ്പിക്കാനായിരിക്കണം എല്ലാവരുടെയും പ്രവർത്തനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസുകാര് എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ മികവ് വർദ്ധിക്കുക. സംസ്ഥാനത്തെ സാധാരണ പോലീസ് സേനയിൽ പുതുതായി വരുന്ന ഒരംഗം മുതൽ സംസ്ഥാന പോലീസ് മേധാവി വരെയുള്ള പോലീസ് സേനയിലെ അംഗങ്ങളാകെ പോലീസ് സേനയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവോടെ ആ കൂട്ടായ്മ ശക്തിപ്പെടുത്താനാണ് നാം ശ്രമിക്കേണ്ടത്. എപ്പോഴും കൂട്ടായ്മയുടെ ഭാഗമായി തന്നെ ഒറ്റക്കൊറ്റക്ക് നിർവഹിക്കേണ്ട ചുമതലകളുണ്ടാകും. ആ വ്യക്തിപരമായ ചുമതലകൾ കൃത്യമായി നല്ല ജാഗ്രതയോടെ നിർവഹിച്ചു പോകാൻ കഴിയേണ്ടതുമാണ്. കുയിലിമലയിലെ AR ക്യാമ്പിന് സമീപത്താണ് 3100 ചതുരശ്ര അടി വലിപ്പത്തിൽ ജില്ലാ സ്ക്വാഡിന് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. 82 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ 10 നായ്ക്കളെ താമസിപ്പിക്കുന്നതിനുള്ള കൂടുകളുണ്ട്. 2021 സെപ്റ്റംബറിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ജില്ലയിലെ സ്ക്വാഡിൽ 9 നായ്ക്കളാണ് നിലവിലുള്ളത്. AR ക്യാമ്പിനുള്ളിൽ സംഘടിപ്പിച്ച പ്രാദേശിക ചടങ്ങിൽ ജില്ലാ കളക്ടർ ഷീബ ജോർജ് നാടമുറിച്ച് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് TK ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. അഡീഷണൽ SP കൃഷ്ണകുമാർ B യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ KG സത്യൻ, ഡിറ്റാജ് ജോസഫ്, രാജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. പട്ടയ നടപടികൾ നിർത്തിവയ്ക്കണമെന്ന് ഹൈക്കോടതി സ്പെഷ്യൽ ബെഞ്ച് ഉത്തരവിട്ടതിനു ശേഷവും എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ വിസമ്മതിക്കുന്നത് ദുരൂഹമാണെന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ജില്ലയിൽ പട്ടയ നടപടികൾ തടസ്സപ്പെടുത്തണമെന്നത് CPM തീരുമാനമാണ്. ജില്ലയിലെമ്പാടും വ്യാജ പട്ടയമാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട കർഷകരുടെ അവകാശം നിഷേധിക്കുന്നത് ശരിയല്ല. 1964 റൂൾ അനുസരിച്ച് അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം ലഭിക്കുന്നതിനായുള്ള നിയമ പോരാട്ടം തുടരുമെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു. ജനുവരി മാസം 10-ാം തീയതി 1964 റൂൾ അനുസരിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിൽ പട്ടയം നൽകുന്നത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻ്ററിം ഓർഡർ
സ്പെഷ്യൽ കോടതി പാസ്സാക്കുകയുണ്ടായി. അത് നമ്മുടെ ജില്ലയെ ഏറ്റവും സാരമായി ബാധിക്കുന്നതും പട്ടയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ആശങ്കയിലാഴ്ത്തുന്നതുമാണ് എന്ന് MP എന്നുള്ള നിലയ്ക്ക് അന്ന് തന്നെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രസ്താവന ഇറക്കുകയും അത് സംബന്ധിച്ച് ഉടനടി സർക്കാർ എതിർ സത്യവാങ്മൂലം നൽകിക്കൊണ്ട് ആ ഇൻ്ററിം ഓർഡർ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് വരികയുണ്ടായി. സത്യത്തിൽ CPM-ൻ്റെ അജണ്ട, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ അജണ്ട ജില്ലയിൽ പട്ടയ നടപടികൾ നിർത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാണ്. പട്ടയ നടപടികൾ തുടരണം എന്ന ആവശ്യമാണ് CPM-നുള്ളത് എങ്കിൽ 7 പണ്ടേ ഹൈക്കോടതി ജഡ്ജിമെൻറ്റിനെതിരായി സത്യവാങ്മൂലം നൽകിക്കൊണ്ട് ജനങ്ങളുടെ ആഗ്രഹ സബലീകരണം എന്നുള്ള നിലയിൽ പട്ടയ നടപടികൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് വാങ്ങിയെടുക്കുമായിരുന്നു. നാളിതുവരെയും സർക്കാർ ഈ തരത്തിൽ ജനുവരി മാസം 10-ാം തീയതി ഹൈക്കോടതിയിൽ നിന്നുമുണ്ടായ തിരിച്ചടിക്കെതിരായി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നും ഇടുക്കി ജില്ലയ്ക്കെതിരായി ഉണ്ടായ ആ വിധിക്കെതിരെ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ മരണമടഞ്ഞവരുടെയും പരിക്കേറ്റവരുടെയും കണക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം സംബന്ധിച്ച അടൂർ പ്രകാശ് MP-യുടെയും ഡീൻ കുര്യാക്കോസ് MP-യുടെയും ചോദ്യത്തിന് വനം പരിസ്ഥിതി വകുപ്പ് സഹമന്ത്രി അശ്വിനി കുമാർ ചൌബെ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇത് വ്യക്തമാകുന്നത്. വന്യജീവി ആക്രമണം തടയുന്നതിന് പ്രത്യേക കേന്ദ്ര സഹായം തേടി കേരളം കർമ്മ പദ്ധതി സമർപ്പിച്ചിരുന്നോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടിയില്ല. കേന്ദ്ര പദ്ധതിയിലെ സഹായമായി 2023-24 9.21 കോടി രൂപ കേരളത്തിന് നൽകിയിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നൽകുന്ന സഹായം കേന്ദ്ര സർക്കാർ അടുത്തിടെ വർദ്ധിപ്പിച്ചിരുന്നു. മരണമോ അംഗവൈകല്യമോ സംഭവിച്ചാൽ 10 ലക്ഷം രൂപയും ഗുരുതര പരിക്കേൽക്കുന്നവർക്ക് 2 ലക്ഷം രൂപയും നിസാര പരിക്കേൽക്കുന്നവർക്ക് ചികിത്സയ്ക്കായി 25,000 രൂപയുമായി സഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് മറുപടിയിൽ വ്യക്തമാക്കി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 50,57,81,466 രൂപ വരവും 49,85,34,200 രൂപ ചെലവും 72,47,266 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അവതരിപ്പിച്ചത്. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ വർഷം ആദ്യം ബജറ്റ് അവതരിപ്പിച്ചത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്താണ്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം 30ാമത്തെ ബഡ്ജറ്റും ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള 4ാമത്തെ ബഡ്ജറ്റുമാണ് അവതരിപ്പിച്ചത്. 14ാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ 3ാമത്തെ ബഡ്ജറ്റാണ് ഇത്. ജനകീയാസൂത്രണ പദ്ധതിയുടെ 25 വർഷക്കാലത്തെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തി അടുത്ത 5 വർഷക്കാലത്തേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിക്കുന്ന വികസന ലക്ഷ്യങ്ങൾ കൂടി ബജറ്റിന്റെ ഭാഗമാക്കിയിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ 50,57,81,466 രൂപ വരവും 49,85,34,200 രൂപ ചെലവും 72,47,266 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഭവന പദ്ധതിക്ക് 85 ലക്ഷവും ആരോഗ്യമേഖലയ്ക്ക് 30 ലക്ഷവും ക്ഷീരമേഖലയ്ക്ക് 20 ലക്ഷവും പശ്ചാത്തല വികസനത്തിന് 1,25 ലക്ഷവും കൈത്തറി പദ്ധതിക്ക് 19 ലക്ഷവും നീക്കിവെച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കായിട്ടാണ് കൈത്തറി പദ്ധതി ആവിഷ്കരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കാര്യക്ഷമവും അച്ചടക്കത്തോടും ദീർഘവീക്ഷണത്തോടുമുള്ള ധനവിനിയോഗമാണ് സമൂഹത്തെയും രാജ്യത്തെയും പുരോഗതിയിലേക്ക് നയിക്കുന്നത്. സമസ്ത ജനവിഭാഗത്തിനും സന്തുലിതമായ വികസനം പ്രാപ്തമാക്കുക എന്നതായിരിക്കണം ഏതൊരു ഭരണസമിതിയുടെയും വികസന കാഴ്ചപ്പാട്. താൽക്കാലിക ലാഭങ്ങളും സങ്കുചിത വീക്ഷണങ്ങൾക്കുമപ്പുറം ദീർഘകാലത്തേക്ക് നിലനിൽക്കുകയും സമസ്ത ജനവിഭാഗത്തിനും ഗുണപ്രദമാകുകയും ചെയ്യുന്ന പദ്ധതികൾ ലഭ്യമായ വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നതാണ് ഭരണസമിതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. 50,87,81,466 രൂപ വരവും 49,85,34,200 രൂപ ചെലവും 72,47,266 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു. വിശദമായ ബജറ്റ് ചർച്ച 8ാം തീയതി നടക്കും. ബജറ്റ് യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഇന്നോവേറ്റിംഗ് ആയിട്ട് പഞ്ചായത്തിന്റെ ഭരണസമിതി അല്ലെങ്കിൽ ഇവിടെയുള്ള ഓഫീസേഴ്സ് എല്ലാവരും കൂടി ഇതിന് ഒരു തീരുമാനമെടുത്ത് അത്തരം ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതേ പദ്ധതി തന്നെ നമ്മുടെ CDP അവതരിപ്പിച്ച അതേ പദ്ധതി അല്ല, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും അതുപോലെയുള്ള
പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തി അവർക്ക് എന്താണ് ആവശ്യം, ആ ക്യാമ്പിന് വരുന്ന ആളുകൾക്ക് വയോജനങ്ങളായാലും മറ്റു ഭിന്നശേഷിക്കാരായാലും ആരായാലും ആ വരുന്ന ക്യാമ്പില് ഡോക്ടർ എന്താണോ അവർക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ അതേ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു പദ്ധതിയിലും നമ്മൾ മാതൃക കാണിക്കുകയുണ്ടായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിത വിനു, ജോയിന്റ് BDO സജി തോമസ്, ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ഷൈല വിനോദ്, VP ജോൺ, രാജലക്ഷ്മി അനീഷ്, ഷൈനി റോയി, അന്നമ്മ ജോൺസൺ, ജലജ വിനോദ്, രഞ്ജിത് നാഗയ്യ, ലാലച്ചൻ വെള്ളക്കട എന്നിവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ മേരികുളത്തെ മോഷണ പരമ്പരയിൽ കേസന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മോഷണം നടന്ന ഒരാഴ്ചയോടടുക്കുമ്പോഴും അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മേരികുളം ടൗണിൽ വ്യാപക മോഷണം നടന്നത്. 7 വ്യാപാര സ്ഥാപനങ്ങളിലും സഹകരണ ബാങ്ക് ശാഖയിലും സ്കൂൾ കഞ്ഞിപ്പുരയിലുമായിരുന്നു മോഷണം. പല കടകളിൽ നിന്നും പണം നഷ്ടമാകുകയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അടുത്ത കാലത്തായി 3ാം തവണയാണ് മേഖലയിൽ തുടർച്ചയായി മോഷണം നടക്കുന്നത്. കൂടാതെ കാഞ്ചിയാർ ലെബക്കടിയിലും മുഖംമൂടി മോഷണം അരങ്ങേറിയിരുന്നു. ജില്ലയിലെ വിവിധ മേഖലകളിൽ മോഷണങ്ങൾ നടക്കുമ്പോഴും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ലെന്നാണ് പരാതി. ഇതോടെ അന്വേഷണം കൂടുതൽ ഊർജ്ജപ്പെടുത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഇപ്പം നമ്മുടെ കടകളിൽ പറ്റിയതുപോലെ തന്നെ നാളെ വേറൊരു പാവപ്പെട്ടവൻ്റെ കടയിലും ഇവൻ വന്ന് താഴെ പൊട്ടിച്ച് കയറാനുള്ളൊരു അവസരം ഇവരായിട്ട് ഒരുക്കി കൊടുക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് തീർത്തും പുറകോട്ടാണെന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഒരാഴ്ചയായിട്ട് ഇതുമായിട്ട് അതുപോലെ തന്നെ മൗസർ എഴുതാൻ വേണ്ടി അപ്പുറത്തെ കടയിൽ വന്നു മൗസർ എഴുതിയപ്പോഴും ഞാൻ ഇവിടെ എഴുതുന്ന കാര്യം പറഞ്ഞപ്പോഴും എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചേക്കാമെന്നല്ല ഇവിടെ വന്നേക്കാമെന്ന് ഒരാഴ്ചയായിട്ട് വിളിപ്പിച്ചിട്ടുമില്ല, വന്ന് എഴുതാനും വന്നിട്ടില്ല. അപ്പോൾ അതൊരു ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയൊരു കുറവായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇവരുടെ ഭാഗത്ത് ഞങ്ങളോടൊരു സഹകരണം കറക്റ്റായിരിക്കണം. എന്നാലേ ഞങ്ങൾക്ക് അവരോട് സഹകരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാൽ പോലും അവരോട് പറയാൻ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഞങ്ങളെ പറ്റുന്ന പോലെ ഞങ്ങൾ നോക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും CCTV ഇവനെ കിട്ടുന്നുണ്ടെങ്കിൽ എടുത്തു കൊടുക്കാൻ ഞങ്ങളും തയ്യാറാണ്. പക്ഷേ അവർ ഈ ടൗണുകളിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള CCTV മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കടലിൽ ഇപ്പം കട്ടപ്പന തൊട്ട് ഇവിടം വരെ ഇതിപ്പം ചപ്പാത്ത് വരെ ഇതിപ്പോൾ എത്രാമത്തെ തവണയാക്കി വരുന്നത്. ഇതെല്ലാം ഈ ഒരു വ്യക്തിയാണെന്ന് തന്നെ ഇവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ട് ഇവർക്ക് ഇത് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നാളെ ഇത് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു കടക്കാരൻ, അവനും പാവപ്പെട്ടവൻ, അവന് ഈ ദൂരം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവൻ, അവൻ്റെ കടയിലാണെങ്കിലും ഇത് പൊട്ടിച്ച് കയറി അവനും ഒരു നഷ്ടം വരുത്താതെ ഇത് എത്രയും പെട്ടെന്ന് ഇത് പിടിച്ചെടുക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിലവിൽ 1 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കഴിഞ്ഞ ദിവസത്തെ മോഷണത്തിൽ വ്യാപാരികൾക്കുണ്ടായിരിക്കുന്നത്. CCTVയുടെ DVR അടക്കം മോഷ്ടാവ് അപഹരിച്ചു. ഇത് പ്രദേശവാസികളെയും ഭീതിയിലാക്കുന്നുണ്ട്. നിലവിൽ പീരുമേട് DYSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ കൃത്യമായ രീതിയിലാണോ അന്വേഷണം നടക്കുന്നതെന്ന ആശങ്കയും വ്യാപാരികൾ പങ്കുവയ്ക്കുന്നു. മേഖലയിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാർ മേഖലയിൽ 1 വർഷത്തിനിടയിൽ 10ഓളം മോഷണങ്ങൾ നടത്തിയിട്ടും പ്രതികളെ പിടികൂടാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന ആരോപണം. മേഖലയിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ മോഷണങ്ങളും നടന്നിട്ടുള്ളത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് കീഴിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ 10ഓളം മോഷണങ്ങളാണ് നടന്നിട്ടുള്ളത്. എന്നാൽ നാളിതുവരെയായി പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ മോഷണങ്ങൾ നടന്നിട്ടുള്ളത് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ്. മൂങ്കലാർ, തങ്കമല, ഇഞ്ചിക്കാട് എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലും അരണക്കൽ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിലുമാണ് മോഷണം നടന്നിട്ടുള്ളത്. ഇവിടെ നിന്നെല്ലാം പണവും സ്വർണവും നഷ്ടപ്പെട്ടിരുന്നു. ഇതിൽ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ ഓഫീസ് മുറി കുത്തിത്തുറന്ന മോഷണ ശ്രമവും നടത്തി. മോഷണവും മോഷണ ശ്രമങ്ങളും നടന്നിട്ട് 1 വർഷമാകാറായിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനും ഇടയാക്കുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV ബൈജു സമരം ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട നിയന്ത്രണ നിയമം നടപ്പിലാക്കുക, മാലിന്യമില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ യൂസർ ഫീ ഒഴിവാക്കുക, വ്യാപാര ലൈസൻസിന് വേസ്റ്റ് ബിന്നും ഹരിതകർമ്മസേന രജിസ്ട്രേഷനും നിർബന്ധമാക്കിയ ഉത്തരവ് പിൻവലിക്കുക, വികസന ആവശ്യങ്ങൾക്ക് ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുക, GSTയിൽ നിലനിൽക്കുന്ന അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷനിൽ നിന്നും നിരവധി പ്രവർത്തകർ പ്രകടനമായാണ് നഗരസഭാ ഓഫീസിലേക്ക് എത്തിയത്.
വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV ബൈജു സമരം ഉദ്ഘാടനം ചെയ്തു. മുതൽ മുടക്കുവാൻ പൈസയില്ലെങ്കിൽ കെട്ടുനാല് വരെ പണയം വെച്ച് മുതൽ മുടക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ വിവരണാതീതമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നല്ല കസേരയിൽ മേശയൊക്കെ ഇട്ട് കച്ചവടം ചെയ്യുമ്പോൾ, കച്ചവട സ്ഥാപനത്തിൽ വെയിലും മഴയും നന്നായി കച്ചവടം ചെയ്യുമ്പോൾ അതെല്ലാം പ്രവൽക്കരിച്ച് ഈ ഇത്ര ഡിഗ്രി സെന്റിഗ്രേഡുള്ള ഈ ചൂടിനെയും അവഗണിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ സമരമുഖത്തേക്ക് വരുന്നത്. നമ്മൾ നന്നായി വാടകയും പകുതിയൊക്കെ കൊടുത്ത് കച്ചവടം ചെയ്യുമ്പോൾ, നല്ല കച്ചവടമായി മെച്ചപ്പെടുമ്പോൾ, ഉദാഹരണത്തിന് പച്ചക്കറി മേഖലയിലാണെങ്കിൽ നല്ല രീതിയിൽ കച്ചവടം വരുമ്പോൾ കച്ചവടത്തിന്റെ മുൻവശത്തായി അല്ലെങ്കിൽ അപ്പുറം മാറി ഒരു തമിഴ്നാട്ടിന്റെ ചുവട്ടിലായി നല്ല സവോളയെന്നും നല്ല ഉണക്കിഴങ്ങും എന്നൊക്കെ പറഞ്ഞ് നല്ല ഇഞ്ചി എന്നൊക്കെ പറഞ്ഞ് വഴിയോര കച്ചവടം തലമുറ നടക്കുകയാണ്. ഒരു പകുതിയും വേണ്ട, ഒരു വാടകയും വേണ്ട, ഒരു ലൈസൻസും വേണ്ട, ഒരു പ്ലാസ്റ്റിക് നിരോധനവും ബാധകമല്ല. പക്ഷെ ഇതെല്ലാം പൂർണ്ണമായി പാലിച്ചുകൊണ്ട് വാടക കൃത്യമായിട്ട് കൊടുത്തു, പകുതി കൊടുത്തു, പഞ്ചായത്ത് ലൈസൻസ് എടുത്ത്, GST ലൈസൻസ് എടുത്ത്, ജിയോളജിയുടെ പേപ്പറുകളെല്ലാം ക്ലിയറാക്കി, വേസ്റ്റ് ടിൻ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തർക്കമുണ്ടെങ്കിലും ഇപ്പോൾ കേരളത്തിലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയാണ്. അത് നാടിന്റെ കൂടി ആവശ്യമാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കച്ചവടക്കാരെ അന്യാധീനമാക്കുന്ന നിയമങ്ങളാണ് നമ്മൾ. വ്യാപാരികളെയും വ്യാപാര സമൂഹത്തെയും ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്നും അധികൃതർ പിന്മാറണമെന്നാവശ്യപ്പെട്ട സംസ്ഥാനത്തെ 14 ജില്ലകളിലും വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചിരുന്നു. ജില്ലാ പ്രസിഡന്റ് റോജി പോൾ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ സാജൻ കുന്നിൽ, നൌഷാദ് ആലുമൂട്ടിൽ, ധനീഷ് കുമാർ, ജോസ് പുലിക്കോടൻ, മജീഷ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. ലെനിൻ സോമൻ, അനൂപ് കുമാർ, ബിനു നെല്ലിക്കുന്നേൽ, VU സരിൻ, ലൂയിസ് വേഴമ്പത്തോട്ടം, റീന കുര്യാച്ചൻ, പ്രജിൽ ബാബു എന്നിവർ നേതൃത്വം നൽകി. തയ്യൽ തൊഴിലാളികൾക്ക് കാർഷിക കടാശ്വാസം ലഭ്യമാകുന്നില്ലെന്ന ആരോപണം. ക്ഷേമനിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാലാണ് കടാശ്വാസം ലഭ്യമാകാത്തതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇടുക്കിയിൽ നിരവധി തയ്യൽ തൊഴിലാളികൾക്കാണ് കൃഷി ആവശ്യത്തിനായി എടുത്ത വായ്പയ്ക്ക് അർഹമായ ആനുകൂല്യം ലഭ്യമാകാത്തത്. നെടുങ്കണ്ടം രാമക്കൽമേട് സ്വദേശിയായ അപ്പുക്കുട്ടൻ തയ്യൽ തൊഴിലാളിയാണ്. ഒപ്പം ഒരു കർഷകനും. 1990 മുതൽ രാമക്കൽമേട്ടിൽ ചിപ്പി ടൈലേഴ്സ് എന്ന സ്ഥാപനവും നടത്തുന്നുണ്ട്. കൃഷി ആവശ്യത്തിനായി 2014-15 കാലഘട്ടത്തിൽ തൂക്കുപാലത്തി സഹകരണ സ്ഥാപനത്തിൽ നിന്നും ഇദ്ദേഹം 25,000 രൂപ വായ്പ എടുത്തിരുന്നു. എന്നാൽ നാണ്യവിളകളുടെ വിലത്തകർച്ചയും പ്രളയകാലത്തെ തിരിച്ചടികളുമെല്ലാം കൃഷിയെ പ്രതിസന്ധിയിലാക്കി. വായ്പ തിരിച്ചടയ്ക്കാനാവാതെ വന്നതോടെ പലിശയും പിഴയും എല്ലാം ചേർന്ന് വൻ തുകയായി. തുടർന്ന് കാർഷിക കടാശ്വാസത്തിനായി കമ്മീഷനെ സമീപിച്ചപ്പോഴാണ് റേഷൻ കാർഡിൽ തയ്യൽ തൊഴിലാളി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ആനുകൂല്യം നൽകാനാവില്ലെന്ന് അധികൃതർ അറിയിച്ചത്. അപ്പോൾ ഈ കാർഷിക ലോൺ എടുക്കുന്ന സമയത്ത് അന്ന് ഇതൊന്നും ബാധകമല്ലായിരുന്നു, തയ്യൽ തൊഴിലാളി എന്നുള്ളതൊന്നും ബാധകമല്ലായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ 20,000 രൂപ ലോൺ എടുത്തു. എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കാർഷികയുടെ നമ്മളുടെ വിലത്തകർച്ച കാരണം. അപ്പോൾ ഞാനത് കഴിഞ്ഞ് ബാങ്കിനെ സമീപിച്ചപ്പോൾ അവരത് കടാശ്വാസ കമ്മീഷന് അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ അപേക്ഷ വെച്ച് എന്നെ പൈനാവിൽ സിറ്റിങ്ങിന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം എന്നെ സിറ്റിങ്ങിന് വിളിക്കുകയും ഞാൻ ആ സിറ്റിങ്ങിൽ പങ്കെടുത്തു. എൻ്റെ ഒരു ദിവസത്തെ പണി പറഞ്ഞ പോലെ ഇവിടെ പണിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ മറ്റു തൊഴിൽമേൽ ആ ഒരു ദിവസത്തെ പണി കളഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ റെക്കോർഡ്സ് എല്ലാം മേടിച്ചു. റേഷൻ കാർഡ് കോപ്പി ആദ്യം തരാൻ പറഞ്ഞു. മറ്റ് മുൻകാല റെക്കോർഡ്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് റേഷൻ കാർഡ് കോപ്പി പെട്ടെന്ന് മേടിച്ചിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് തയ്യൽ ജോലി എന്നാണല്ലോ നിങ്ങളുടെ കിടക്കുന്നത്, അതുകൊണ്ട് തയ്യൽക്കാർ ഈ പരിഗണനയിൽ വരികയില്ല, അതുകൊണ്ട് അത് നിങ്ങളുടെ ബോർഡുമായിട്ട് നിങ്ങൾ ആലോചിച്ച് ചെയ്യാനേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് തന്നെ എൻ്റെ അപേക്ഷ മുടക്കി. ഇടുക്കിയിൽ ഇത്തരത്തിൽ നിരവധി കർഷകരുണ്ട്. ഉപജീവനത്തിനായി ഒരു തൊഴിൽ ചെയ്യുന്നതിനൊപ്പം കൃഷിയും ദിനചര്യയുടെ ഭാഗമാക്കിയവർ. വിവിധ പ്രതിസന്ധികൾ മൂലം കൃഷി നഷ്ടമാകുമ്പോൾ വായ്പയ്ക്ക് അർഹമായ ആനുകൂല്യം പോലും ഇവർക്ക് ലഭ്യമാകുന്നില്ലെന്നാണ് ആരോപണം. ഹൈറേഞ്ച് മേഖല മഞ്ഞുനിക്കര കാൽനട തീർത്ഥയാത്രയ്ക്ക് കട്ടപ്പന പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. 4 ദിവസങ്ങളിലായി നടക്കുന്ന കാൽനട തീർത്ഥയാത്ര 10-ാം തീയതി മഞ്ഞുനിക്കരയിൽ പരിശുദ്ധ പിതാവിന്റെ ഖബറിടത്തിൽ എത്തിച്ചേരും. യാക്കോബായ സുറിയാനി സഭയുടെ ഇടുക്കി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിലുള്ള ഹൈറേഞ്ച് മേഖല മഞ്ഞിനിക്കര കാൽനട തീർത്ഥയാത്രയാണ് 4 ദിവസങ്ങളിലായി നടക്കുന്നത്. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് കാൽനട യാത്രയ്ക്ക് പൗരസ്വീകരണം നൽകിയത്.
UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, നഗരസഭാ കൗൺസിലർ ലീലാമ ബേബി, മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ്, HMTA പ്രസിഡന്റ് PK ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വാസികളുടെ ആത്മീയ നവീകരണത്തിനും അതോടൊപ്പം നാടിൻ്റെ പുരോഗതിയുമൊക്കെ ലക്ഷ്യമാക്കി നടത്തുന്ന ഈ തീർത്ഥയാത്ര നമ്മുടെ നാടിന് കൂടുതൽ ഐശ്വര്യവും പുരോഗതിയുമൊക്കെ കൈവരിക്കുന്നതിനും അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ആത്മീയമായ ഉണർവിനും വളർച്ചയ്ക്കും ഇത് കാരണമായി തീരട്ടെ. എല്ലാ വർഷവും പഞ്ഞിനിക്കര കാൽനട തീർത്ഥയാത്ര ഇതിലെ കടന്നു പോകുന്നു. ഓരോ വർഷം തോറും കൂടുതൽ ജനങ്ങൾ, കൂടുതൽ വിശ്വാസികൾ ഈ കാൽനട യാത്രയിൽ പങ്കെടുക്കുകയും ഈ നാടിന് എല്ലാവിധ അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷവും എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ കട്ടപ്പനയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിന്ന് എല്ലാ വർഷവും ഇവിടെ മഞ്ഞിനിക്കര തീർത്ഥാടനം കടന്നു പോകുമ്പോൾ ഇവിടെ പൗരാവലിയുടെ നേതൃത്വത്തിലൊരു വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. മഞ്ഞിനിക്കര തീർത്ഥാടനത്തോടനുബന്ധിച്ച് എല്ലാ നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ആ ഒരു മീറ്റിങ്ങിൽ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും അതുപോലെ തന്നെ എല്ലാവർക്കും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഊർജവും തരുന്നതായിരിക്കട്ടെ ഈ ഒരു അവസരം എന്ന് ഓർമ്മപ്പെടുന്നു. ജാതി മത ഭേദമന്യേ ഈ തീർത്ഥയാത്രയെ വരവേൽക്കുകയുണ്ടായി. എല്ലാ വർഷവും ഇത് ചെയ്യുന്ന കാര്യമാണ്. അതിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സഹർഷം അഭിവാദ്യം ചെയ്യുന്നു. ഈ ഭക്തജനങ്ങൾക്ക്, തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഈ തീർത്ഥയാത്ര യാതൊരുവിധ കുഴപ്പങ്ങളുമില്ലാതെ മഞ്ഞിനിക്കരയിൽ എത്തിച്ചേരുന്നതിന് ഇടയാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുറിയാനി സഭയുടെ 119ാമത്തെ പാത്രിയർക്കീസായിരുന്ന മോറോൻമോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ ബാവായുടെ 92ാമത് ഓർമ്മ പെരുന്നാളാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പത്തനംതിട്ട ജില്ലയിലെ മഞ്ഞിനിക്കരയിൽ നടക്കുന്നത്. ഭാരതത്തിൽ കബറടങ്ങിയിട്ടുള്ള ഏക പാത്രിയർക്കീസ് ഇദ്ദേഹമാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാളെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു. തങ്കമല സ്വദേശി ജോൺ ഗണേശനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023 ഡിസംബർ 24-ലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഡിസംബർ 24-ാം തീയതി ക്രിസ്തുമസ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി വണ്ടിപ്പെരിയാർ തങ്കമലയിലെ ഒരു ദേവാലയത്തിൽ കുട്ടിയും മറ്റു ബന്ധുക്കളും എത്തിയിരുന്നു. പരിപാടി കഴിഞ്ഞതിനു ശേഷം ബന്ധുക്കളും അടുത്തുള്ള വീട്ടുകാരും വീടുകളിലേക്ക് മടങ്ങി. ഈ സമയത്ത് ഒറ്റയ്ക്കായിരുന്ന പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാം എന്ന വ്യാജേന ഇയാൾ കൂട്ടിക്കൊണ്ടുപോവുകയും വഴിയിൽ വെച്ച് ശാരീരികമായി ഉപദ്രവിക്കുകയുമായിരുന്നുവെന്നാണ് കേസ്. സംഭവത്തിന് ശേഷം കുട്ടി കുറച്ചു ദിവസം സ്കൂളിൽ എത്താതിരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കൗൺസിലിംഗിലാണ് സംഭവം പുറത്തുവരികയും ചെയ്തത്. തുടർന്ന് ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശപ്രകാരം വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പിന്നീടാണ് വണ്ടിപ്പെരിയാർ തങ്കമല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താമസിക്കുന്ന ജോൺ ഗണേശനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ കുട്ടികൾക്കെതിരായ അതിക്രമം, പീഡനം, SC/ST എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസണാണ് അന്വേഷണ ചുമതല. പ്രതിയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ K, നിയാസ് PM, ജേക്കബ് ജോൺ, സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് ചെറിയാൻ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ ലിജിത V തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഹൈറേഞ്ചിലെ ആദ്യകാല ദേവാലയങ്ങളിൽ ഒന്നായ കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിലെ തിരുനാൾ 8-ന് ആരംഭിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷമായ തിരുനാൾ കുർബാനകളും വിവിധ കലാപരിപാടികളും തിരുനാളിന്റെ ഭാഗമായി നടക്കും. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനാണ് 8-ാം തീയതി കൊടിയേറുന്നതെന്ന് വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ പറഞ്ഞു. 8 മുതൽ 11 വരെ തീയതികളിലാണ് പ്രധാന തിരുനാൾ നടക്കുന്നത്. തിരുനാൾ കൊടിയേറ്റ് ദിനമായ 8-ന് രാവിലെ 6:30 വിശുദ്ധ കുർബാന നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 വിവിധ വാർഡുകളിൽ നിന്നും കഴുന്നു പ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് 4:15 തിരുനാൾ കൊടിയേറ്റും ലതിഞ്ഞും നടക്കും. 4:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റ ഇടവക പള്ളികളിലൊന്നായ കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ ഈ 8-ാം തീയതി മുതൽ
2024 ഫെബ്രുവരി 8-ാം തീയതി മുതൽ 11-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഭക്തിയാഡംബരപൂർവ്വം ആഘോഷിക്കുകയാണ്. കട്ടപ്പന സെൻറ് ജോർജ് ഫൊറോന പള്ളിയുടെ തിരുനാൾ കട്ടപ്പന പ്രദേശത്തിൻ്റെ തന്നെ ഒരു ആഘോഷമായിട്ടാണ് കാണുക. ആയതിനാൽ ഈ പ്രദേശത്തുള്ള എല്ലാ വിശ്വാസികളെയും ഏറ്റവും സ്നേഹപൂർവ്വം തിരുനാൾ ആഘോഷങ്ങളിലേക്ക്, ഈ ദിവസങ്ങളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ആത്മവിശുദ്ധീകരണം നേടാനും എല്ലാ വിശ്വാസികൾക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രാത്രി 7 മണിക്ക് കാഞ്ഞിരപ്പള്ളി അമലയുടെ നാടകം ശാന്തം അരങ്ങേറും. 9 രാവിലെ 6:30 വിശുദ്ധ കുർബാന, ഉച്ചകഴിഞ്ഞ് 4:30 ആഘോഷമായ റാസ കുർബാന എന്നിവ നടക്കും. 6:30 സെമിത്തേരി സന്ദർശനവും പ്രാർത്ഥനയും നടക്കും. 10-ാം തീയതി 4:30 മേരികുളം സെന്റ് ജോർജ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ നോപ്പിൾ പൊടിമറ്റത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും. വൈകുന്നേരം 6:30 ടൗൺ പ്രദക്ഷിണം നടക്കും. തുടർന്ന് രാത്രി 8 മണിക്ക് ആകാശവിസ്മയം നടക്കും. സമാപന ദിവസമായ 11-ാം തീയതി ഞായറാഴ്ച രാവിലെ 6:30 ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ നോബി വെള്ളാപ്പള്ളിൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 9 നടക്കുന്ന ആഘോഷമായ കുർബാനയ്ക്ക് കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കിളികൊത്തിപ്പാറ കാർമ്മികത്വം വഹിക്കും. 4:30 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മൈലാടി ബെനഡിക്ടൻ ആശ്രമത്തിലെ ഫാദർ ജെയിംസ് പന്നാങ്കുഴിയിൽ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ, തിരുനാൾ കൺവീനർമാരായ മനോജം തോമസ്, ട്രസ്റ്റിമാരായ കുര്യൻ പതിപ്പള്ളി, ബേബി കണയംപ്ലാക്കൽ, നോബിൾ വേഴമ്പത്തോട്ടം, ടോമി പെരിയിലക്കാട്ട്, PRO തോമസ് ജോസ്, JB കോയിപ്പുറത്ത്, ബെന്നി കളപ്പുര, MC ബോബൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാജകുമാരി ഗലീലക്കുന്ന് സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 69ാമത് വാർഷിക പെരുന്നാൾ ആഘോഷം നടന്നു. പാത്രിയർക്കീസ് ബാവായുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച തിരുശേഷിപ്പ് വണക്കവും മോർ അന്തോണിയോസ് തിരുമേനിക്ക് സ്വീകരണവും നൽകി. രാജകുമാരി ഗലീലക്കുന്ന് സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 69ാമത് വാർഷിക പെരുന്നാളിനും മോർ യുഹാനോൻ മാംദാനയുടെയും മോർ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയുടെയും ഓർമ്മ പെരുന്നാളും ആഘോഷമായാണ് സംഘടിപ്പിച്ചത്. പെരുന്നാളിനോടനുബന്ധിച്ച് ഭക്തസംഘടനകളുടെ സംയുക്ത വാർഷിക ആഘോഷവും നടന്നു. പെരുന്നാളിന്റെ പ്രധാന ദിവസം യാക്കോബ് മാർ അന്തോണിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മോർ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയുടെ തിരുശേഷിപ്പ് വണക്കവും പ്രദക്ഷിണവും നടന്നു. അവസരം ലഭിച്ചതിന് ഈ ഇടവകയോടുള്ള സ്നേഹവും നിങ്ങൾ ക്ഷണിച്ചതിനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇടവകപ്രവർത്തനത്തിൽ തിരുമനസിന്റെ ഏറ്റവും പാത്രത്തിലുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഞാൻ അച്ഛനും തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ട് രാജകുമാരി സൗത്ത് ബെസേലിയോസ് ചാപ്പലിലേക്ക് പ്രദക്ഷിണവും ഒരുക്കിയിരുന്നു. സമാപന ദിവസം യാക്കോബ് മാർ അന്തോണിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഞ്ചിന്മേൽ കുർബാനയും സ്ലീബ എഴുന്നള്ളിപ്പും പ്രദക്ഷിണവും നടന്നു. നേർച്ച സദ്യയോടുകൂടി പെരുന്നാൾ കൊടിയിറങ്ങി. ഇടവക വികാരി ഫാദർ എൽദോസ് PA പുളിക്കക്കുന്നേൽ, സഹവികാരി ഫാദർ എൽദോസ് പോൾ പുൽപ്പറമ്പിൽ, ട്രസ്റ്റിമാരായ ജോർജ് CP ചവറ്റുകുഴിയിൽ, കുര്യൻ മാത്യു തോമ്പിക്കാട്ട, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. നെടുങ്കണ്ടം എഴുകുംവയൽ നിത്യസഹായ മാതാ ദേവാലയത്തിൽ നിത്യസഹായ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ഫെബ്രുവരി 9 മുതൽ 11 വരെ തീയതികളിൽ നടക്കുമെന്ന് ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി അറിയിച്ചു. ഇടുക്കി രൂപതയിലെ ഏക നിത്യസഹായ മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയമാണ് ഇത്. 9-ാം തീയതി വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും തിരുനാളായി ആചരിക്കും. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും സെമിത്തേരി സന്ദർശനവും ഉണ്ടാകും. 10-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:30 ആഘോഷമായ വിശുദ്ധ കുർബാനയും തുടർന്ന് ടൗൺ കപ്പേളയിലേക്ക് പ്രദക്ഷിണവും നടക്കും. ടൗൺ കപ്പേളയിൽ ഷാജി വൈക്കത്ത് പറമ്പിൽ നൽകുന്ന തിരുനാൾ സന്ദേശം ഉണ്ടാകും. 11-ാം തീയതി ഞായറാഴ്ച 9 മണിക്ക് ഇടവകയിലെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക ദിവ്യബലിയും സ്നേഹവിരുന്നും നടത്തപ്പെടുമെന്നും വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി പറഞ്ഞു.
വെള്ളുകൊമ്പയിൽ നിത്യസകാമത പള്ളിയിലെ തിരുനാള് 2024 ഫെബ്രുവരി 10-11 തീയതികളിൽ ആഘോഷിക്കുന്നു. അതിന്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി വരുന്നു. ഈ വർഷം പ്രധാന തിരുനാൾ ദിവസമായ ഫെബ്രുവരി 11 തീയതി ഇടവകയ്ക്ക് വേണ്ടി അധ്വാനിച്ചവരെ, ഇടവകയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്ത മുതിർന്ന തലമുറയിൽപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടി അവരെ ആദരിക്കുന്നു. ഇടവകയുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട അത്തിക്കൽ ഫ്രാൻസിസ് അച്ഛൻ അവരോടൊപ്പമായിരുന്ന് അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച സന്ദേശം നൽകുന്നു. ഈ തിരുനാള് ഏറെ ഭക്തിനിർഭരമായി നടത്തുവാൻ വേണ്ട എല്ലാ ദൈവാനുഗ്രഹവും ലഭിക്കുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും തിരുനാളിന്റെ എല്ലാവിധ നന്മകളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. തിരുക്കർമ്മങ്ങൾക്ക് ഇടവകയിലെ മുൻ വികാരി ഫാദർ ഫ്രാൻസിസ് അത്തിക്കൽ മുഖ്യ കാർമ്മികനായിരിക്കും. വൈകുന്നേരം 4 മണിക്ക് ആഘോഷമായി തിരുനാൾ കുർബാനയും തുടർന്ന് പ്രദക്ഷിണവും നടക്കും. പ്രദക്ഷിണത്തിന് ശേഷം 8 മണിക്ക് തിരുവനന്തപുരം ശ്രീനന്ദന കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ബാലരമ എന്ന സാമൂഹിക സംഗീത നാടകവും അരങ്ങേറും. ഇടുക്കി രൂപതയിലെ ഏക നിത്യസഹായ മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയമാണ് ഇത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിൽ ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി ശുചിത്വ മിഷന്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും സഹകരണത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കട്ടപ്പന പുളിയന്മല റോഡിലുള്ള ഓറഞ്ച് ഫുഡ് കോർട്ടിൽ വെച്ചാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. പുതിയ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അനുസൃതമായി എങ്ങനെ ശാസ്ത്രീയപരമായ രീതിയിൽ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കാമെന്നും പൊല്യൂഷൻ ലൈസൻസ് എടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുമാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ലൈസൻസ് എന്ന് പറയുന്നത് ഒരു നിയന്ത്രണത്തിന്റെ ഭാഗം. അപ്പോൾ നിയന്ത്രണത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം അങ്ങനെ ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നവരെല്ലാം ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്നവരല്ലേ. ലൈസൻസ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മറ്റേ ഏത് സ്ഥാപനമായാലും ലൈസൻസ് കൊടുക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തേക്കാണ്. അതായത് ഒരു വർഷം ആരംഭിച്ച് ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം പിന്നെ മാർച്ച് 31 കാലയളവിലേക്കാണ് ഇത് കൊടുക്കുന്നത്. ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനെ തുടങ്ങാൻ പോകുന്ന ആളും അതുപോലെ തുടർന്ന് വരുന്ന ആളും ഈ ലൈസൻസ് കാലാകാലം തുടങ്ങാൻ പോകുന്ന ആൾ പുതിയ ഒരെണ്ണം എടുക്കണം, അത് പുതുക്കി വരണം. തുടർന്ന് വന്നിരിക്കുന്ന ആൾ പുതുക്കി വരേണ്ടതുണ്ട്. ഇപ്പം നേരത്തെ നമ്മുടെ ഈ 2017 സംരംഭ പ്രോത്സാഹന നിയമം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ വന്നതിന് ശേഷം അല്ല അങ്ങനെ നിയമം ഉണ്ടാക്കിയതിനു ശേഷം സർക്കാരിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പൊ അതിനു മുമ്പ് കുറച്ച് സങ്കീർണമായിരുന്ന ഈ ലൈസൻസ് എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ കുറച്ച് ലഘൂകരിച്ചുകൊണ്ട് അപ്പൊ ലഘൂകരിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ഇപ്പൊ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഉൾപ്പെടുത്തേണ്ട ലിസ്റ്റ് നമുക്കൊരു 5 ജില്ലാനോ കാര്യത്തിന്റെ എല്ലാതിന്റെ യോഗ പരിശീലനം പറഞ്ഞ് നമുക്ക് ലൈസൻസ് ആവശ്യമാണെന്ന് രീതി പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തുകളിൽ അങ്ങനെ ഇല്ല. നിലവിൽ 159 എണ്ണത്തിന്റെ കണക്കെടുത്തു. പക്ഷേ മുനിസിപ്പാലിറ്റി വന്നപ്പോൾ 534ഓളം പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ലൈസൻസ് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഓരോന്നിനും ചെലവഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മുടക്കുന്ന മുതൽ മുടക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു 5 സ്ലാബിലുള്ള ഫീസും തീരുമാനിക്കും. കേരളത്തിൽ എല്ലായിടത്തും ശുചിത്വ മിഷന്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും ഉദ്യോഗസ്ഥരാണ് ക്ലാസുകൾ നയിക്കുന്നത്. കട്ടപ്പന നഗരസഭയിൽ ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ക്ലാസിൽ പങ്കെടുത്തു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് AE സിജോ ഫ്രാൻസിസ്, ശുചിത്വ മിഷൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഭാഗ്യരാജ് KR തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ, സെക്രട്ടറി സുജികുമാർ KJ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈറേഞ്ചിലെ പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന അന്തരിച്ച കോൺഗ്രസ് നേതാവ് KR സുകുമാരൻ നായരുടെ 4ാം ചരമവാർഷിക ദിനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം തൂക്കുപാലത്ത് ആചരിച്ചു. അനുസ്മരണത്തിന്റെ ഭാഗമായി KR സുകുമാരൻ നായരുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CS യശോധരന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമ്മേളനങ്ങൾക്ക് പങ്കെടുക്കാൻ പലപ്പോഴും ഒരുപാട് ആളുകളൊന്നും എത്താറില്ല. ഇത്ര വലിയ നേതാവായാലും പ്രതികരിക്കുമാർ ARS ഈ കാര്യത്തിൽ ഒരു വലിയ സമ്മനാണ് എന്ന് ഞാൻ ഇന്നും ഈ മേഖലയിലെ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒരു വലിയ ഉദാഹരണമായി ഈ അനുസ്മരണ സമ്മേളനത്തെ ഞാൻ കാണുന്നു. ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ, AICC അംഗം EM ആഗസ്തി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി.
ചടങ്ങിൽ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായ കേരള ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച എൽന മരിയ ജോൺസൺ, ചെസ് ചാമ്പ്യൻ നന്ദന പി നായർ എന്നിവർക്ക് ഈ വർഷത്തെ എൻഡോവ്മെന്റ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, ഇബ്രാഹിംകുട്ടി കല്ലാർ, അഡ്വക്കേറ്റ് MN ഗോപി, അഡ്വക്കേറ്റ് സേനാപതി വേണു, ബെന്നി തുണ്ടത്തിൽ, തോമസ് മൈക്കിൾ, KD ജോസ്, PT അജയൻ നായർ, ജോയി കുന്നുവിള, MS മഹേശ്വരൻ, രാജേഷ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക മേഖലകളിലെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ ഒട്ടും സുരക്ഷിതരല്ല എന്നത് ഒരു നഗ്ന സത്യമാണ്. ഈ യാഥാർത്ഥ്യം പ്രമേയമാക്കി രക്ഷിതാക്കളെയും കുട്ടികളെയും ഒരുപോലെ രസകരമായ അനുഭവങ്ങളിലൂടെ ബോധവൽക്കരിക്കുന്ന ചിത്രമാണ് അങ്കിളും കുട്ടിയോളും. PV സിനിമാസിന്റെ ബാനറിൽ സുർജിത് S നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് GKN പിള്ളയാണ്. പെരുമ്പാവൂർ, കാലടി, ഇടുക്കി എന്നിവിടങ്ങളിലായി ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രം ഈ മാസം 9 തിയേറ്ററുകളിലെത്തും. കാപട്യവും കൊള്ളരുതായ്മയും നിറഞ്ഞ ഈ ലോകത്ത് നടമാടുന്ന മായക്കാഴ്ചകൾ കുട്ടികളെ വികലമാക്കുന്നു, അവരുടെ പഠന മികവ് കെടുത്തുന്നു. ഇതേക്കുറിച്ച് രക്ഷിതാക്കൾ അജ്ഞരാണ്, അല്ലെങ്കിൽ അവരും മൂഢസ്വർഗത്തിലാണ്. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുള്ള രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും രോദനം മനുഷ്യ മനസാക്ഷിയെ പിടിച്ചു കുരുക്കുന്നു. സ്നേഹം പ്ലസ് ദൈവം ഈക്വൽ ടു ഗുരു എന്നതാണ് ഈ സിനിമയുടെ കീവേഡ്. കുട്ടികൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ എന്തെല്ലാം ചെയ്യണമെന്നത് ഈ ചിത്രം കാണിച്ചു തരുന്നു. രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചിത്രം കൂടിയാണ് അങ്കിളും കുട്ടിയോളും. അങ്കിളും കുട്ടിയോളും എന്ന സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈ സിനിമ സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന സിനിമയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന പല അക്രമങ്ങളും അതിക്രമങ്ങളും, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങളും അക്രമങ്ങളും നടക്കുന്നത് ഒരു പക്ഷേ ബാല്യകൗമാരങ്ങളെ ബന്ധപ്പെടുത്തിയായിരിക്കും. നല്ലൊരു കുടുംബ ബന്ധത്തിൻ്റെ കഥ, നല്ല കുട്ടികളുടെ കഥ, നല്ല ഗുരുക്കന്മാരുടെ കഥ, നല്ല അധ്യാപകരുടെ കഥ, അങ്ങനെ പല പല രീതിയിൽ അങ്കിളും കുട്ടികളും ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത് നിങ്ങളുടെ കുട്ടികൾക്ക്, വരുന്ന തലമുറയ്ക്ക്, നിങ്ങൾക്ക് മറ്റൊരു ഗുണപാഠമായി തീരാൻ സാധ്യതയുള്ള ഒരു കണ്ടന്റാണ്. അങ്കിൾ എന്ന കഥാപാത്രത്തിൻ്റെ മുന്നിൽ വരുന്ന 16 കുട്ടികളുടെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന അങ്കിൾ ആദ്യമായി ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ഒരു വാക്യമുണ്ട്: സ്നേഹം, ദൈവം, ഗുരു. സ്നേഹം പ്ലസ് ദൈവം ഈസിക്കൽ ടു ഗുരു. ഈ ആശയമാണ് ഞാൻ ഇന്ന് ഈ കേരള ജനതയുടെ, രക്ഷിതാക്കളുടെ, അധ്യാപകരുടെ, വിദ്യാർത്ഥിനികളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. 5 വയസ്സിന് മേൽ പ്രായമുള്ള എല്ലാ കുട്ടികളും മുതിർന്നവരും വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച മതപരമായ പ്രാർത്ഥന ചൊല്ലിയ ശേഷം പഠിക്കുന്ന പാഠം ഉറക്കെ വായിക്കുമെന്ന സ്വപ്നം. രക്ഷിതാക്കൾ കുട്ടികളെ ചേർത്ത് പിടിച്ച് ലാളിക്കുമെന്ന സ്വപ്നം. മക്കളെ സ്വപ്നം കാണാൻ രക്ഷിതാക്കൾ പ്രേരിപ്പിക്കുമെന്ന സ്വപ്നം തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ദേശീയ അവാർഡ് ജേതാവായ മാസ്റ്റർ ആദിഷ് പ്രവീണാണ്. ഏതൊരു കുട്ടിയും, ഏതൊരു പ്രായത്തിലുള്ള കുട്ടിയും ആൻഡ് അതുപോലെ തന്നെ പേരൻസും നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് അങ്കിളും കുട്ടികളും എന്ന് പറയുന്ന ഞങ്ങളുടെ മൂവി. കാരണം ഒരു കുട്ടിയുടെ ലൈഫിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ കുട്ടികളും നേരിടുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളും അതിനെങ്ങനെ അതിജീവിക്കാമെന്നും അവരുടെ ജീവിതം എങ്ങനെ മനോഹരമാക്കി തീർക്കാമെന്നും തുടങ്ങിയ ഒരുപാട് നല്ല സന്ദേശങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങളും പറഞ്ഞു വയ്ക്കുന്ന ഒരു മൂവിയാണ് ഞങ്ങളുടെ ഈ അങ്കിളും കുട്ടികളും എന്ന് പറയുന്ന മൂവി. P. ജയചന്ദ്രൻ, മധു ബാലകൃഷ്ണൻ, മാസ്റ്റർ ഋതുരാജ് എന്നിവർ ആലപിച്ച ഗാനങ്ങൾ ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നു. GKN പിള്ള, ശിവാനി സായ, നന്ദു പൊതുവാൾ, രാജീവ് പാല, ഗ്രേഷ്യ, അഭിനവ് K. രാജേഷ്, സിജിൻ സതീഷ്, ദേവക് ബിനു, പല്ലവി സജിത്ത്, ആൻഡ്രിയ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. PV സിനിമാസിന്റെ ബാനറിൽ സുർജിത് S നിർമ്മിക്കുന്ന അങ്കിളും കുട്ടിയോളും വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. സംസ്ഥാനത്തും ജില്ലയിലും കരാട്ടയിൽ മിന്നും വിജയം നേടിയ പ്രതിഭകളെ അനുമോദിച്ചു. കാഞ്ചാർ കൽത്തൊട്ടി AM LP സ്കൂളിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പ്രതിഭകളെ ട്രോഫി നൽകി അനുമോദിച്ചു.
ഇന്ത്യ ശ്രീലങ്കൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ നേട്ടം കൊയ്ത ഇടുക്കി സ്വദേശി ഡിക്സൺ തോമസിനെയും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച കരാട്ടെ മത്സരത്തിൽ വെങ്കലത്തിനുടമയായ കൽത്തൊട്ടി AM UP സ്കൂളിലെ മെൽബിൻ മോൻസിയെയുമാണ് അനുമോദിച്ചത്. തിരുവനന്തപുരത്ത് വെച്ചാണ് ഡിക്സൺ തോമസ് 60 കിലോ വിഭാഗത്തിൽ സ്വർണ്ണ നേട്ടത്തിനുടമയായി മലനാടിന് അഭിമാനമായത്. വണ്ടിപ്പെരിയാറ്റിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് മെൽബിൻ വെങ്കലം നേടിയത്. കാഞ്ചിയാർ സ്പോർട്സ് വുഷു ആൻഡ് ഗോജു റിയു കരാട്ടെ അക്കാദമിയിലാണ് ഇരുവരും പരിശീലനം നേടിയത്. സെൻ സായി സുഭാഷാണ് ഇരുവരെയും പരിശീലിപ്പിച്ചത്. നമ്മുടെ ഇവിടെ ഇടുക്കിയിലെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു 20 വർഷത്തോളമായി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് നിരവധി ചാമ്പ്യന്മാരെ ഉണ്ടാക്കിയെടുക്കാനും അവരെ വളർത്തിയെടുക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് കുംഫുവിൽ നിരവധി ചാമ്പ്യന്മാരെ നമുക്കുണ്ട്. പല മേഖലയിൽ ഞാൻ ഇടുക്കി ജില്ലയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ഫംഗ്ഷൻ വെച്ചത് തന്നെ നമുക്ക് ശ്രീലങ്കയും ഇന്ത്യയുമായി നടന്ന ഒരു കരാട്ടെ ടൂർണമെൻറ്റിൽ നമ്മുടെ ക്ലാസ്സിലെ തന്നെ വിദ്യാർത്ഥിയായ ഡിക്സൺ തോമസ് സ്വർണ്ണ മെഡൽ നേടുകയും കൂടാതെ നമ്മുടെ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച ഡിസ്ട്രിക്ട് കരാട്ടെ മത്സരത്തിൽ നമുക്ക് വെള്ളി മെഡൽ നേടുന്ന മെൽബിൻ മോൻസിനെയും ആദരിക്കാനായിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഈ പ്രോഗ്രാം നമ്മളിന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ചല്ല സുഭാഷ് എന്ന മാഷ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. വിവിധ സ്കൂളുകളിലും സുഭാഷ് താല്പര്യമുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നുണ്ട്. ഓപ്പൺ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് അതിലാണ് പങ്കെടുത്തത്. അതിൽ ഒരു ഗോൾഡും ഒരു വെങ്കലവും. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഈ കല നമ്മൾ സ്വായത്തമാക്കുന്നതിലൂടെ. നമ്മുടെ ജീവിത രീതികൾക്കൊരു നിഷ്ഠയുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും. പിന്നെ ആണ് നമ്മൾ അവസാനം പറഞ്ഞ കാര്യമുണ്ടാകുന്നത്. നമ്മുടെ കരാട്ടെ പഠിച്ച് ആരെയും ഇടിച്ചിടാനാണോ? അപ്പോൾ നമ്മൾ ഇടിച്ചിടുകയല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അല്ലെ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ ഒരു കലകൾ പഠിച്ചിരിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ്, സിനി ആർട്ടിസ്റ്റ് സുധി കട്ടപ്പന, ഫാദർ ജിനോ വാഴിയിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ തെക്കേൽ, ബിന്ദു മധുക്കുട്ടൻ, സ്കൂൾ ഹെഡ് സിസ്റ്റർ ജുസി, PTA പ്രസിഡന്റ് ഡോൺ ബോസ്കോ എന്നിവർ സംസാരിച്ചു. കുട്ടിക്കാനം മരിയൻ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന സഹ്യ 24 ദി മരീൻ ഫെസ്റ്റിന് തുടക്കമായി. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒത്തുചേരാനും അറിവ് പങ്കിടാനും അവസരങ്ങൾ ഒരുക്കുവാനും ഒപ്പം വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാനുമുള്ള വേദിയാണ് ഫെസ്റ്റ് ലക്ഷ്യമിടുന്നത്. ചലച്ചിത്ര സംഗീത സംവിധായകൻ അലക്സ് പോൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയുടെ വൈവിധ്യം ഉയർത്തിക്കാണിക്കുന്ന മേള എന്ന സവിശേഷതയും മരിയൻ കോളേജും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള സമഗ്രമായ സമന്വയവുമാണ് സഹ്യ 24 എന്ന കോമൺ ഫെസ്റ്റിലൂടെ സാധ്യമാകുന്നത്. 21 ഓഫ്ലൈൻ മത്സരവും 9 ഓൺലൈൻ മത്സരങ്ങളുമാണ് ഫെസ്റ്റിൽ സംഘടിപ്പിക്കുന്നത്. അക്കാദമിക് മത്സരങ്ങൾക്കപ്പുറം സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കാനും കമ്മ്യൂണിറ്റി അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കുവാനും കമ്മ്യൂണിറ്റി ഫെസ്റ്റ് ലക്ഷ്യമിടുന്നു. ഈ കമ്മ്യൂണിറ്റി ഫെസ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ക്യാൻസർ രോഗനിർണയ ക്യാമ്പ്, അതോടൊപ്പം തന്നെ കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാർ നയിക്കുന്ന കാർഷിക ക്ലിനിക്ക്, സഹ്യസാഹിതി, ഇടുക്കി ജില്ലയിലെ സാഹിത്യകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് MSW വിഭാഗം അജേഷ് സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പൺ ഫോറം. മരിയൻ കോളേജിൻ്റെ ഒരു ഫെസ്റ്റ് എന്ന നിലയിൽ സഹ്യ എന്ന പേരിൽ എല്ലാ വർഷവും തുടർച്ചയായി ഈ ഫെസ്റ്റ് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ക്യാൻസർ രോഗനിർണയവും ബോധവൽക്കരണ ക്യാമ്പും ഇടുക്കിയിലെ കർഷക സമൂഹത്തിന് ആദരവർപ്പിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ സംഘടിപ്പിക്കുന്ന കാർഷിക ഫെസ്റ്റും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ എക്സിബിഷനുകളും നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കുമിടയിൽ സാഹിത്യാഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സഹ്യസാഹിതി ലിറ്റററി ഇവന്റ് കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്നു. ഇടുക്കിയിലെ എഴുത്തുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാടിന്റെ ഭാഷ മലനാടിന്റെ സാഹിത്യ ലോകത്തിലേക്കൊരു യാത്ര എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം MSW വിഭാഗം തലവൻ അജേഷ് പാറക്കൽ നയിച്ചു.
കേന്ദ്ര സർക്കാർ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തഞ്ചാവൂരിലെ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററുമായി സഹകരിച്ച രാജ്യത്തുടനീളമുള്ള പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രദർശനം നാട്യോത്സവം 7-8 തീയതികളിൽ നടക്കും. ഫെസ്റ്റിന്റെ ഭാഗമായുള്ള മീഡിയ ക്ലബിന്റെ ഉദ്ഘാടനം മാധ്യമപ്രവർത്തകൻ KV സന്തോഷ് കുമാർ നിർവഹിച്ചു. ചടങ്ങിൽ കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യ അതിഥിയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജ്, സഹ്യ 24 ദി മരിയൻ ഫെസ്റ്റ് കോർഡിനേറ്റർ അലൻ കുര്യാക്കോസ്, കമ്മ്യൂണിറ്റി ഫെസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ ഹരി RS, പബ്ലിസിറ്റി കോർഡിനേറ്റർ രതീഷ് കുമാർ P, സഹ്യ 24 ദി മരിയൻ ഫെസ്റ്റ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ അലൻ ഷാജി, കമ്മ്യൂണിറ്റി ഫെസ്റ്റ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഷേബ ബെന്നി എന്നിവർ നേതൃത്വം നൽകി. കാഞ്ചിയാർ ലബക്കട JP ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ന്യൂ ഇന്ത്യ കോവിൽമല ട്രൈബൽ കിങ്ഡം സെല്ലിന്റെയും സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോവിൽമലയിൽ ജലസംരക്ഷണ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. വേനൽക്കാല ജലപ്രതിസന്ധിക്കുള്ള മുൻകരുതലുകളടങ്ങിയ ലഘുലേഖകൾ വിതരണം ചെയ്തും ക്രിയാത്മകമായ ജലസംരക്ഷണ മാർഗങ്ങളെക്കുറിച്ച് പ്രദേശത്തെ വീടുകളിൽ നിർദ്ദേശങ്ങൾ പങ്കുവച്ചും സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികൾ മാതൃകയായി. കോർഡിനേറ്റർ ടിബിൻ തോമസ്, സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി രേഷ്മ എലിസബത്ത് ചെറിയാൻ, അധ്യാപകരായ ആശിഷ് ജോർജ് മാത്യു, അഞ്ജു മെറിൻ ഷാജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊന്നത്തടി പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂളിലെ NCC യൂണിറ്റിന് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് നൽകുന്ന NCC ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംസ്ഥാന അവാർഡ് ലഭിച്ചു. 2016 ആരംഭിച്ച യൂണിറ്റിൽ നിലവിൽ 2 ബാച്ചുകളിലായി 100 കുട്ടികൾ അംഗങ്ങളാണ്. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ചടങ്ങിൽ വെച്ച സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷാജി ജോസഫ്, അസോസിയേറ്റ് NCC ഓഫീസർ സെലിൻ മൈക്കിൾ എന്നിവർ ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് ഷാജി KM, ജിഷ എബ്രഹാം, ജോസ് മാപ്പലകയിൽ തുടങ്ങിയവരും പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. -ഡിഗ്രി തണുപ്പിൽ കുളിരണിഞ്ഞതോടെ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നു. അവധി ദിനങ്ങൾ ആഘോഷമാക്കാൻ നിരവധി ആളുകളാണ് മൂന്നാറിനെ തേടിയെത്തുന്നത്. പ്രധാനമായും വഴിയോര കാഴ്ചകളാണ് മൂന്നാറിന്റെ സൗന്ദര്യം. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ 3 അരുവികൾ സംയോജിക്കുന്നിടത്താണ് മൂന്നാർ ജന്മമെടുക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1600 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹിൽ സ്റ്റേഷൻ മുൻ ബ്രിട്ടീഷ് സർക്കാരിന്റെ സൗത്ത് ഇന്ത്യയിലെ വേനൽക്കാല വസതിയായിരുന്നു. തേയിലത്തോട്ടങ്ങൾ, മനോഹരമായ നഗരങ്ങൾ, വളവും തിരിവുമുള്ള വഴികൾ, അവധിക്കാല സൗകര്യങ്ങൾ തുടങ്ങിയവ മൂന്നാറിനെ ഒരു ജനകീയ റിസോർട്ട് പട്ടണമാക്കി മാറ്റി. വനങ്ങളും പുൽമേടുകളുമെല്ലാം സഞ്ചാരികളെ മൂന്നാറിലേക്ക് മാടി വിളിക്കുകയാണിപ്പോൾ. ഇരവികുളം നാഷണൽ പാർക്ക്, ആനമുടി, മാട്ടുപ്പെട്ടി, പള്ളിവാസൽ, ടോപ്പ് സ്റ്റേഷൻ, വട്ടവട തുടങ്ങിയ ഇടങ്ങളിലെ കാഴ്ചകൾ മൂന്നാറിനെ കൂടുതൽ മനോഹരമാക്കുന്നു. എന്നാൽ മൂന്നാറിന്റെ വിവിധ ഇടങ്ങളിലൂടെയുള്ള യാത്രകളാണ് സഞ്ചാരികൾക്കേറെ പ്രിയമാകുന്നത്. പ്രധാനമായും ഇരുചക്ര വാഹന യാത്രികരാണ് മൂന്നാറിന്റെ മടിത്തട്ടിനെ കൂടുതൽ ആസ്വദിക്കുന്നതെന്ന് പറയാം. തേയിലക്കുന്നുകളെ മുറിച്ച് അവയ്ക്കിടയിലൂടെയുള്ള ഗ്യാപ്പ് റോഡ് യാത്ര ഏറെ സഞ്ചാര അനുഭൂതി പകരുന്നതാണ്. കുളിരണിയുന്ന തണുപ്പ് തന്നെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് പ്രധാനമായും ആകർഷിക്കുക. ഒപ്പം അരിക്കൊമ്പന്റെ സ്വന്തം നാടായ ചിന്നക്കനാലും സൂര്യനെല്ലിയുമെല്ലാം ഇപ്പോൾ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. നീലവർണ്ണത്തിൽ കിടക്കുന്ന മാട്ടുപ്പെട്ടി ഡാമും ഇക്കോ പോയിന്റുമെല്ലാം സഞ്ചാരികൾക്കേറെ കൗതുകം സമ്മാനിക്കും. അതേസമയം പച്ചവിരിച്ച തേയിലക്കുന്നുകൾക്കിടയിലൂടെയും പാമ്പാടും ചോല ദേശീയ ഉദ്യാനത്തിലൂടെയുമുള്ള യാത്ര പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. ഒപ്പം ഗ്യാപ്പ് റോഡിൽ നിന്നും ആനിയിറങ്കൽ ജലാശയത്തിനോട് ചേർന്നുള്ള സൂര്യോദയ കാഴ്ച മൂന്നാറിന് ചന്തം വർദ്ധിപ്പിക്കുകയാണ്. വരും ദിനങ്ങളിൽ തണുപ്പ് വർദ്ധിച്ചാൽ വിനോദസഞ്ചാരികളുടെ വലിയ ഒഴുക്കിന് തന്നെയാകും മൂന്നാർ സാക്ഷിയാവുക.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 545 രൂപ, ഏലം കൂടിയ വില 1500, ഏലം ശരാശരി വില 1300, കാപ്പിപ്പരിപ്പ് 250, ഗ്രാമ്പു 960, കൊക്കോ 100, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5775 രൂപ, വെള്ളി 74. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരള പോലീസിലെ സൈബർ ഡിവിഷന്റെയും ഇടുക്കി K9 സ്ക്വാഡ് ആസ്ഥാന മന്ദിരമടക്കമുള്ള സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരള പോലീസിലെ സൈബർ ഡിവിഷന്റെ രൂപീകരണത്തോടെ സൈബർ കുറ്റാന്വേഷണ രംഗത്ത് സംസ്ഥാനം പുതിയൊരു കാൽവയ്പാണ് നടത്തുന്നതെന്ന മുഖ്യമന്ത്രി. പട്ടയ നടപടികൾ നിർത്തിവയ്ക്കണമെന്ന് ഹൈക്കോടതി സ്പെഷ്യൽ ബെഞ്ച് ഉത്തരവിട്ടതിനു ശേഷവും എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ വിസമ്മതിക്കുന്നത് ദുരൂഹമാണെന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ജില്ലയിൽ പട്ടയ നടപടികൾ തടസ്സപ്പെടുത്തണമെന്നത് CPM തീരുമാനമാണ്. 1964 റൂൾ അനുസരിച്ച് അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം ലഭിക്കുന്നതിനായുള്ള നിയമ പോരാട്ടം തുടരുമെന്നും ഡീൻ കുര്യാക്കോസ്. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ മരണമടഞ്ഞവരുടെയും പരിക്കേറ്റവരുടെയും കണക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് വ്യക്തമാവുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം സംബന്ധിച്ച് അടൂർ പ്രകാശ് MP-യുടെയും ഡീൻ കുര്യാക്കോസ് MP-യുടെയും ചോദ്യത്തിന് വനം പരിസ്ഥിതി വകുപ്പ് സഹമന്ത്രി അശ്വനി കുമാർ ചൌബെ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അവതരിപ്പിച്ചത് 50,87,81,466 രൂപ വരവും 49,85,34,200 രൂപ ചെലവും 72,47,266 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.